കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ തിളക്കമാർന്ന വിജയം കേരളത്തിൽ UDF-നുണ്ടായി. കേരള കോൺഗ്രസിൻ്റെ മേഖലകളിൽ UDF-ന് ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് നല്ലതുപോലെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് തെളിയിക്കാനും കഴിയും. യഥാർത്ഥ കേരള കോൺഗ്രസ് ഇന്ന് UDF-ൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് കാലം തെളിയിച്ചു. ഞങ്ങൾക്ക് ഈ ഉണ്ടായ വിജയം തീർച്ചയായിട്ടും ജനങ്ങളുടെ ശക്തമായ പിന്തുണ കൊണ്ട് തന്നെയാണ്. സ്വന്തം കാര്യം നോക്കാനും സ്വന്തം കാര്യം നിൽക്കാനും കെൽപ്പുള്ള മുന്നണിയാണ് UDF. സ്വന്തം കാര്യം നിൽക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിച്ചുകൊണ്ട് UDF-ൻ്റെയും ജനകീയ അടിത്തറ വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-ൻ്റെ വിജയം സുനിശ്ചിതമാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇന്ന് കോട്ടയത്ത് ചേരുന്ന പാർട്ടിയുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ കേരളമൊട്ടാകെ ജയിച്ചു വന്ന ജനപ്രതിനിധികൾക്ക് സ്വീകരണം കൊടുക്കുന്ന യോഗം കൂടിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇരട്ടി മധുരമാണ്. ഒന്ന്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ജയിച്ചവർ മുഴുവൻ രംഗത്ത് നിന്നുകൊണ്ട് UDF-ൻ്റെ വിജയക്കൊടി പാറിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. രണ്ട്, കേരള കോൺഗ്രസ് പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ശക്തമായ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അത് പാർട്ടി മത്സരിക്കുന്ന 10 മണ്ഡലങ്ങളിൽ മാത്രമല്ല, കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖലകളായ ഒരു 30ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ UDF-ൻ്റെ വിജയത്തിന് വേണ്ടി പ്രത്യേകമായ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും UDF-ൻ്റെ വിജയത്തിൽ അസൂയാലുക്കളായ ആളുകൾ ഇപ്പോൾ പരാജയത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണി താടി രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ചില പ്രചരണങ്ങൾ അല്ലെങ്കിൽ എന്നതിനപ്പുറത്ത് ഞങ്ങൾ അവരുടെ ഈ വാദമുഖങ്ങളെ ഒന്നും കാണുന്നില്ല. ഞങ്ങൾ നേരത്തെ കേരള കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. UDF-ലേക്ക് കടന്നു വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കടന്നു വരട്ടെ, അവർ നിലപാട് വ്യക്തമാക്കട്ടെ. അവരെ സ്വീകരിക്കുന്നതിന് UDF-ന് ഗുണം ചെയ്യുന്നവരാണെങ്കിൽ അവരെ സ്വീകരിക്കുന്നതിന് കേരള കോൺഗ്രസ് ആത്മാർത്ഥത കാണിക്കും, ഞങ്ങൾ സഹകരിക്കും. UDF-ന് ഗുണമില്ലാത്ത പരിപാടികളുമായി UDF-ന് പോകേണ്ട കാര്യമില്ല. കാരണം UDF-ന് ജനങ്ങൾ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. സ്വന്തം ശക്തിയെക്കുറിച്ച് ഉത്തമ ബോധ്യം UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി കെട്ടുറപ്പോടെ ടീം UDF എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അസൂയാലുക്കളായ ആളുകൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും, അസഹിഷ്ണുത പ്രകടിപ്പിക്കും, തോൽവിയുടെ സങ്കടം അവർക്കുണ്ടാകും. ഇതെല്ലാം ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. അത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി LDF നടത്തിയ ദുർഭരണത്തിനുള്ള മറുപടിയാണ്. അതുകൊണ്ട് ഇനി ഒരു വിധിയെഴുത്തുകൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ LDF-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾ എവിടെ നിൽക്കണോ അവിടെയാണ് ഭരണം, ജനങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെയാണ് ഭരണം. ജനങ്ങൾ നിൽക്കുന്നിടത്താ ഭരണം. ജനങ്ങളെ കബളിപ്പിച്ച് ഭരണം പിടിച്ചവർക്ക് ജനങ്ങൾ മറുപടി കൊടുത്ത് വാഴിക്കാൻ അറിയാവുന്നവർക്ക് വീഴിക്കാൻ അറിയാം എന്ന് പറഞ്ഞത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ LDF-ന് ബോധ്യപ്പെടും. വാഴിച്ചവർ തന്നെ ഈ കേരള ജനതയാണ്. ആ വാഴിച്ചവർ ഇവരെ വീഴിക്കും. ഇവരെ വീഴിക്കുമ്പോൾ UDF-നെ കേരളത്തിൽ വാഴിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്.